ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പാലക്കാട് നിന്നും തിരുവനന്തപുരം പോലീസാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. ജാമ്യഹർജി നാളെ പരിഗണിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ മാത്രം. കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. കലോത്സവം പൂർണ്ണമായും പ്രേക്ഷകരിലെത്തിക്കാൻ TCBയും. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ച സംഭവം. CCTV ഹാർഡ് ഡിസ്ക് ഫോറൻസിക് ലാബ് പരിശോധനയ്ക്ക് അയച്ചു. തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പൂങ്കുന്നത്ത് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി. ചാലക്കുടിയിൽ വീണ്ടും തെരുവ് നായകളുടെ ആക്രമണം. 6 പേർക്ക് കൂടി തെരുവ് നായയുടെ കടിയേറ്റു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ തെരുവ് നായയുടെ കടിയേറ്റത് 9 പേർക്ക്. വേദക്കാട് കുതിരപ്പാടം പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം തുടങ്ങി. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് വൻ നഷ്ടമാണ് കർഷകർ നേരിട്ടത്. വാർത്തകൾ വിശദമായി. പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡ് ചെയ്തു. പാലക്കാട് നിന്നും തിരുവനന്തപുരം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഇമെയിലായി ലഭിച്ച പരാതിയിലാണ് അറസ്റ്റ്. പാലക്കാട്ടെ KPM ഹോട്ടലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ AR ക്യാമ്പിലെത്തിച്ച് SIT മേധാവി G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു. ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് യുവതിയുമായി ഉണ്ടായതെന്ന് രാഹുൽ ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. അതീവ രഹസ്യമായാണ് രാഹുലിനെ അർദ്ധരാത്രിയിൽ ഹോട്ടലിലെത്തി SIT അറസ്റ്റ് ചെയ്തത്. ഇന്നലെ ഉച്ച മുതൽ രാഹുൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പാലക്കാട് നിന്ന് പോലീസ് സംഘമെത്തിയാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. രാഹുലിന്റെ മൊബൈൽ ഫോണുകളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇവ തിരുവനന്തപുരത്തെ ഫോറൻസിക് സയന്റിഫിക് ലാബിലേക്ക് അയച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. 5 ദിവസം മുൻപാണ് യുവതിയുടെ പരാതി SIT മേധാവി G പൂങ്കുഴലിക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി സംബന്ധിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന് നിശ്ചയിച്ച പാർട്ടിയും മാന്യത കാണിക്കണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് എപ്പോഴും വാദിക്കുന്ന പൊതുപ്രവർത്തകർ ഈ അപമാനത്തിലേക്ക് ചെന്നു വീഴരുത്. ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട എല്ലാ മര്യാദകളും രാഹുൽ ലംഘിച്ചു. വേണ്ടപ്പെട്ടവർ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും K രാജൻ പറഞ്ഞു. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഒരു നൈതികതയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദ MLAയും കാണിക്കണം, MLA നിശ്ചയിച്ച പാർട്ടിയും കാണിക്കണം. വളരെ ഗുരുതരമായിട്ടുള്ള നാട് കേൾക്കാൻ അപമാനം തോന്നുന്ന വിധത്തിലുള്ള ആരോപണങ്ങളൊന്നല്ല തുടർച്ചയായി പിന്നാലെ വരുന്നു എന്നുള്ളതാണ്. ഒരു തവണ ആരോപിക്കപ്പെട്ടപ്പോൾ ആരുടെ ചുമതലയാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊഴിയാൻ കഴിയും. ഇനി തുടർച്ചയായി 2 കേസുകളിൽ ജാമ്യം എടുത്തിട്ടും 3ാമതൊരു കേസ് കൂടി വരുന്നു. ആ കേസുകളിലുള്ള വിഷയങ്ങളിൽ എല്ലാം ഒരു സമാനതകൾ ഉണ്ടാകുന്നു. പൊതുപ്രവർത്തകരുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് തുടർച്ചയായിട്ട് വാദിക്കേണ്ട പൊതുപ്രവർത്തകർ തന്നെ ഇത്തരം അപമാനത്തിലേക്ക് ചെന്ന് വീഴുന്നു. ഇനിയും സന്ധി ചെയ്യാൻ ശ്രമിക്കുന്നത് വലിയ ഡാമേജ് ഉണ്ടാക്കും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കല്ല, കേരളത്തിന്റെ പൊതുജീവിതത്തിന് തന്നെ അപമാനകരമായിരിക്കും. ബന്ധപ്പെട്ടവർ ആവശ്യമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുകയാണ് ഈ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശരി എന്നാണ് നമ്മൾ കരുതുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ മാത്രം. ബുധനാഴ്ച കലോത്സവത്തിന് തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷനാകും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. 24 വേദികളിലായി 249 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കലോത്സവ വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പിന് ചൊവ്വാഴ്ച ടൗൺ ഹാളിൽ വരവേൽപ്പ് നൽകും.
കലോത്സവം പൂർണ്ണമായും TCV തത്സമയം പ്രേക്ഷകരിലെത്തിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി മിനി പൂരം ഒരുക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. 14-ന് രാവിലെ 9-ന് കലോത്സവത്തിന്റെ മുഖ്യവേദിയായ സൂര്യകാന്തിയിൽ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗത്തിന്റെ മേള പ്രമാണിമാരുടെ നേതൃത്വത്തിൽ പാണ്ടിമേളം ഒരുക്കും. 100ഓളം കലാകാരന്മാർ മേളം അവതരിപ്പിക്കും. വർണ്ണ കുടമാറ്റവും ഒരുക്കും. സ്വർണ്ണക്കപ്പിന് നാളെ സ്വീകരണം നൽകും. ജില്ലയിലെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ നടക്കുന്ന സ്വീകരണ സമ്മേളനങ്ങളിൽ ജനപ്രതിനിധികളും വിദ്യാർത്ഥികളും പങ്കെടുക്കും. 13-ന് ഉച്ചയ്ക്ക് 12-ന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കലോത്സവത്തിനെത്തുന്ന സംഘത്തിന് സ്വീകരണ പരിപാടികൾ ഒരുക്കുമെന്നും മന്ത്രി അറിയിച്ചു. 13-ാം തീയതി രാവിലെ മുതൽ തന്നെ പ്രതിനിധികൾ എത്തിച്ചേരും പല ട്രെയിനുകളിലായി. നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് 12 മണിക്ക്, ഓരോന്നിനും അതിൻ്റെ സമയം കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രാഥമികമായി എത്തിച്ചേരുന്ന സംഘങ്ങളെ മുഴുവൻ തൃശ്ശൂരിൻ്റെ തനത് രൂപങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മേളവാദ്യ സംവിധാനത്തോടു കൂടി നമ്മൾ 12 മണിക്ക് സംഘത്തെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് സ്വീകരിച്ച് തൃശ്ശൂരിലെ ഈ സംസ്ഥാന കലോത്സവ നഗരിയിലേക്ക് അവരുടെ പ്രവേശനത്തെ സ്വാഗതം ചെയ്യുന്ന വിധത്തിലുള്ള പരിപാടികൾ തയ്യാറാക്കും എന്നാണ് നമ്മളിപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. 14-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക. അന്ന് രാവിലെ പൂരത്തിൻ്റെ നാടാണ് തൃശ്ശൂർ എന്നുള്ളത് കൊണ്ട് പൂരത്തിൻ്റെ മേളത്തെ കുട്ടികൾക്ക് കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് എന്ന് സംഘാടക സമിതിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 64-ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി കുടമാറ്റത്തിൻ്റെ നാടായിട്ടുള്ള തൃശ്ശൂരിൽ 64 വർണ്ണ കുടകളോടുകൂടി കുട്ടികളെ സ്വീകരിക്കും. അതിൻ്റെ ഭാഗമായി പാണ്ടിമേളത്തോടെ, എലഞ്ഞിത്തറ മേളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താളം പാണ്ടിയാണെന്നുള്ളത് കൊണ്ട് പാണ്ടിമേളത്തോടെ 100 കലാകാരന്മാർ, വാദ്യകലാകാരന്മാർ അണിചേരുന്ന 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള പാണ്ടിമേളമായിരിക്കും അരങ്ങേറുക. 9 മണിക്ക് തന്നെ പ്രധാന വേദിയായിട്ടുള്ള സൂര്യകാന്തിയുടെ പരിസരത്ത് എക്സിബിഷൻ സെന്ററിൻ്റെ നമ്മൾ നടത്തുന്ന ഗ്രൗണ്ടിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായി തിരുവമ്പാട് പാറമേക്കാവ് മേളങ്ങളുടെ പ്രമാണിമാർ തന്നെ നേതൃത്വം നൽകുന്ന പൂരമായിരിക്കും കുട്ടികൾക്ക് കാണാനാവുക. അതൊരു പുതിയ അനുഭവമായിരിക്കും. പാറമേക്കാവിൻ്റെ മേള പ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരും തിരുവമ്പാടി മേള പ്രമാണിയായിട്ടുള്ള ചെറുശ്ശേരി കുട്ടന്മാരും പ്രമാണിക്കുന്ന പാണ്ടിമേളാണ്. അതാണ് 2 കുട്ടന്മാരുടെയും അനിയന്മാരുടെയും 2 പ്രമാണിമാർ തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന പാണ്ടിമേളമാണ് അരങ്ങേറുക. കുഴലിൽ വെളപ്പായ നന്ദനും ബീക്കൻ ചണ്ടയിൽ പെരുവനം ഗോപാലകൃഷ്ണനും എലത്താളത്തിൽ ഏഷ്യാട് ശശിമാരാരും കൊമ്പുവാദ്യത്തിൽ മച്ചാട് മണികണ്ഠനും പങ്കെടുക്കുന്ന എല്ലാ കൊമ്പിൻ്റെയും വീക്കൻ ചണ്ടയുടെയും കുഴലിൻ്റെയും എലത്താളത്തിൻ്റെയും ഒക്കെ പ്രമാണിമാർ തന്നെ നേതൃത്വം നൽകുന്ന 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഒരു മേളത്തോടു കൂടിയായിരിക്കും നമ്മുടെ കലോത്സവം തുടക്കം കുറിക്കുക എന്നുള്ളത് തന്നെ തൃശ്ശൂരിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനത്തേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരാനുള്ള വലിയൊരു അനുഭവമായിരിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ച് ഊട്ടുപുരയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. 13-ന് രാവിലെ 9-ന് കലവറ നിറയ്ക്കലും ഉച്ചതിരിഞ്ഞ് 3-ന് പാലുകാച്ചൽ ചടങ്ങും നടത്തുമെന്ന് ഊട്ടുപുരയിലെ ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം മന്ത്രി കെ രാജൻ പറഞ്ഞു. കലോത്സവത്തിനായി 13-ാം തീയതി മുതൽ എത്തിച്ചേരുന്നവർക്കായി ഭക്ഷണം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദിവസവും 20,000-ഓളം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത്. മേയർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ NSK ഉമേഷ്, സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് തുടങ്ങിയവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ച സംഭവത്തിൽ CCTV ക്യാമറ, ഹാർഡ് ഡിസ്ക് ഫോറൻസിക് ലാബ് പരിശോധനയ്ക്കയച്ചു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്കാണ് പരിശോധനയ്ക്ക് പോലീസ് അയച്ചത്. തീപിടിച്ച പാർക്കിംഗ് ഏരിയയിൽ 13 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരുന്നത്. കത്തി നശിച്ച വാഹനങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയായതായി പോലീസ് അറിയിച്ചു. 322ഓളം വാഹനങ്ങളാണ് കത്തി നശിച്ചത്. ഇതിൽ 9 വാഹനങ്ങൾ റെയിൽവേ ജീവനക്കാരുടേതാണ്. കത്തി നശിച്ച വാഹനങ്ങളിൽ 47 എണ്ണത്തിന് ഇൻഷുറൻസ് ഇല്ലെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പാർക്കിംഗ് ഏരിയയിൽ തീപിടുത്തം ഉണ്ടായത്. തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പൂങ്കുന്നത്ത് വ്യാപാരിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു.
രാമവർമ്മപുരം സ്വദേശി ലിനോഷിയുടെ അക്കൗണ്ടിൽ നിന്നാണ് പണം തട്ടിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു തട്ടിപ്പ് നടന്നത്. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേഷൻ പേരിലായിരുന്നു തട്ടിപ്പ്. തൃശൂർ അശ്വിനി ജംഗ്ഷനിലെ സ്വകാര്യ ബാങ്കിൽ നിന്നും ലിനോഷിക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചിരുന്നു. പിന്നാലെ തട്ടിപ്പുകാർ വാട്സ്ആപ്പ് കോളിലൂടെ ബന്ധപ്പെട്ടു. ക്രെഡിറ്റ് കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ എന്ന പേരിലായിരുന്നു ബന്ധപ്പെട്ടത്. ഇതിനായി ക്രെഡിറ്റ് കാർഡിന്റെയും ATM കാർഡിന്റെയും ഫോട്ടോ വേണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ലിനോഷ്യ അയച്ചു നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ലിനോഷ്യയുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് 49,000 രൂപയും അക്കൗണ്ടിൽ നിന്ന് 99,000 രൂപയും നഷ്ടപ്പെടുകയായിരുന്നു. നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ സൈബർ സെല്ലിലും ബാങ്കിലും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ലിനോഷ്യ. TCV ന്യൂസ്, തൃശൂർ. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായ ആക്രമണം. വിവിധ സ്ഥലങ്ങളിലായി ഇന്ന് 6 പേർക്ക് കടിയേറ്റു. സൗത്ത് ജംഗ്ഷൻ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് 2 പേർക്കും ട്രാംവേ റോഡിൽ അതിഥി തൊഴിലാളിയായ യുവാവിനുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. ചാലക്കുടി നഗരത്തിന് പുറത്തുള്ളവരാണ് ബാക്കി കടിയേറ്റ 3 പേർ. ശനിയാഴ്ച ചാലക്കുടി മാർക്കറ്റിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റിരുന്നു. മാർക്കറ്റിലെ അക്രമകാരിയായ നായയാണ് ട്രാംവേ റോഡിൽ അതിഥി തൊഴിലാളിയെ കടിച്ചതെന്ന് കരുതുന്നു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചാലക്കുടി നഗരം തെരുവുനായ ആക്രമണ ഭീതിയിലായി. നഗരത്തിന്റെ മുക്കിലും മൂലയിലും അലഞ്ഞുതിരിയുന്ന നായക്കൂട്ടങ്ങളാണ് വഴിയാത്രക്കാരെയും മറ്റും ആക്രമിക്കുന്നത്. ആർക്കും എപ്പോൾ വേണമെങ്കിലും നായകളുടെ കടിയേൽക്കാവുന്ന സ്ഥിതിയാണ്. ശനിയാഴ്ച മാത്രം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ 8 പേർ നായകളുടെ കടിയേറ്റ് ചികിത്സ തേടിയിരുന്നു. വേദക്കാട് കുതിരപ്പാടം പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം തുടങ്ങി. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് വൻ നഷ്ടമാണ് കർഷകർ നേരിട്ടത്. കൊയ്തെടുത്ത നെല്ല് സൂക്ഷിക്കാൻ ടാർപ്പായകൾ വാടകയ്ക്കെടുത്ത വകയിൽ വലിയ തുകയാണ് നഷ്ടമായത്. രാത്രികാലങ്ങളിൽ കാവലിരിക്കേണ്ട സ്ഥിതിയുമുണ്ടായി. സപ്ലൈകോയുടെ നിർദ്ദേശപ്രകാരം കാലടിയിലുള്ള മില്ലുകളാണ് ഇപ്പോൾ പോർക്കുളം, കുതിരപ്പാടം, വേദക്കാട് പാടശേഖരങ്ങളിലെ നെല്ല് കയറ്റി പോകുന്നത്. നെല്ലിന്റെ വിലയെക്കുറിച്ചോ കിഴിവിനെ പറ്റിയോ യാതൊരു അറിയിപ്പും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. പാടത്ത് ചാക്കിലാക്കി വെച്ചിരിക്കുന്ന നെല്ല് കമ്പനിയിൽ എത്തിക്കുക മാത്രമാണ് നടക്കുന്നത്. കുറഞ്ഞ അളവുള്ള കർഷകരുടെ നെല്ല് മാത്രമാണ് എടുക്കുന്നത്. കൃഷിഭവന്റെ അനാസ്ഥയാണ് സംഭരണം വൈകാൻ കാരണമെന്ന ആക്ഷേപമുണ്ട്. അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ വേഗത്തിൽ വൈക്കോൽ കയറ്റി പോകുന്നുണ്ട്. കെട്ടിന് 140 രൂപ ലഭിക്കുന്നതായി കർഷകർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. പോർക്കുളം കാഞ്ഞിരപ്പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും നെല്ല് സംഭരണം തുടങ്ങിയില്ല. ഇതോടെ കൊയ്തെടുത്ത നെല്ല് കർഷകർ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. കാഞ്ഞിരപ്പാടത്ത് കൂടുതൽ കർഷകരും പാട്ടത്തിനടുത്താണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. അധികൃതരുടെ അനാസ്ഥ മൂലം വൻ നഷ്ടമുണ്ടാകുന്നതായി കർഷകർ കുറ്റപ്പെടുത്തി. സപ്ലൈകോ ആദ്യം ഏർപ്പാടാക്കിയ സ്വകാര്യ മില്ലുകാരെ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും നെല്ല് ആവശ്യമില്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. വിവരം സപ്ലൈകോ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് മറ്റു മില്ലുകാരെ നിയമിച്ചെങ്കിലും അവരും ഈ മേഖലയിലേക്ക് വന്നില്ലെന്ന് ജൈവ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആര്യ മഹർഷി ആരോപിച്ചു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക വിവേചനം മൂലം കേരള വികസനം തടസ്സപ്പെടില്ലെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PP ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് N കൃഷ്ണകുമാർ, ജില്ലാ സെക്രട്ടറി NI ഷാജു, ട്രഷറർ KK മനോജ്, VV ഹാപ്പി, VJ മെർലി തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്ത് അംഗത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 13ാം വാർഡ് അംഗമായ എറണാകുളത്ത് വെങ്ങാലി 50 വയസ്സുള്ള EV കൃഷ്ണാഘോഷാണ് മരിച്ചത്. CPM തമ്പാൻകടവ് ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇന്ന് പുലർച്ചെ ഉറക്കത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മരത്താക്കര കുഞ്ഞനംപാറയിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന
ഓട്ടോ ഡ്രൈവർ മരിച്ചു. കല്ലൂർ കോട്ടായി സ്വദേശി തേറാട്ടിൽ കളപ്പുര വീട്ടിൽ ഡേവിസിന്റെ മകൻ ഡെൽസനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. കഴിഞ്ഞ മാസം 28-ന് രാത്രിയിലായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ ഡെൽസൺ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാത്രിയാണ് മരിച്ചത്. ഉള്ളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കല്ലൂർ മാവിൻ ചുവടിൽ ഓട്ടോയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ കാവല്ലൂർ പുല്ലൂത്തി സ്വദേശി ചെതലൻ ഷാജുവിന്റെ മകൻ ആൽവിൻ, ഓട്ടോ ഡ്രൈവർ പുതുക്കാട് സ്വദേശിക്കുമാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ ആൽവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിസ്സാര പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു അപകടം. മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെരുമ്പലാവ് സ്വദേശിയായ യുവാവ് മരിച്ചു. ഈച്ചരത്ത് മണ്ണമറമ്പിൽ വീട്ടിൽ ടിങ്കുവിന്റെ മകൻ 38 വയസ്സുള്ള അശോകനാണ് മരിച്ചത്. ഡിസംബർ 30-നാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. കൂലിപ്പണിക്കാരനും അവിവാഹിതനുമായ യുവാവ് സഹോദരന്റെയും അമ്മയുടെയും കൂടെ പെരുമ്പിലാവിലെ വീട്ടിലാണ് താമസം. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് മണ്ണെണ്ണ ശരീരത്തിലൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഏതാനും വർഷങ്ങളായി യുവാവ് മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നതായി പറയുന്നു. തൃശൂർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടെൻഡുൽക്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള പ്രഥമ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റ് തൃശൂരിൽ ആരംഭിച്ചു. തൃശൂർ അരണാട്ടുകര ലുങ്സ് ക്രിക്കറ്റ് അക്കാദമിയിൽ ആരംഭിച്ച സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തൃശൂർ വെസ്റ്റ് എഇഒ PJ ബിജു നിർവഹിച്ചു. തൃശൂർ ഡിസ്ട്രിക്ട് ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഇഗ്നി മാത്യു അധ്യക്ഷത വഹിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് K സതീശൻ, തൃശൂർ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി K ജോസ് പോൾ, ട്രഷറർ B നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KV മധു, സാബിർ, മോഹനൻ, രാംദാസ്, സെലക്ടർമാരായ ജെയ്സൺ മഞ്ഞില, സന്തോഷ്, രാജേന്ദ്രൻ, ദേവദാസ്, ടൂർണമെന്റ് കോർഡിനേറ്റർ സഞ്ജയ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവേകോദയം ബോയ്സ് HSSും സെന്റ് അഗസ്റ്റിൻ HSSും തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ വിജയിച്ച സെന്റ് അഗസ്റ്റിൻ HSSലെ MS വിരഞ്ജൻ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി. തൃശൂർ ജില്ലയിലെ 16 സ്കൂളുകൾ പങ്കെടുക്കുന്ന ടെൻഡുൽക്കർ ട്രോഫിക്ക് വേണ്ടിയുള്ള ആദ്യ സ്കൂൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ഈ മാസം 16 വരെ നീണ്ടുനിൽക്കും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പ് 12-ന് നടക്കും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തിരുന്നു. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷനായ ധനകാര്യ കമ്മിറ്റി ഉൾപ്പെടെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് കോർപ്പറേഷനിൽ ഉള്ളത്. ഇതിൽ 4 സ്ഥാനങ്ങൾ വനിതകൾക്കാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ ടേം വ്യവസ്ഥയിൽ നൽകാനാണ് കോൺഗ്രസ് പാർട്ടി തീരുമാനം. TR സന്തോഷ്, ജേക്കബ് പുലിക്കോട്ടിൽ, ഷീന ചന്ദ്രൻ, വത്സല ബാബുരാജ്, ശ്യാമള മുരളീധരൻ, അഡ്വക്കേറ്റ് വില്ലി ജിജോ എന്നിവരെയാണ് ചെയർമാൻ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തോടനുബന്ധിച്ചുള്ള TCVയുടെ പ്രത്യേക സെഗ്മെന്റ് കലാപൂരം. പ്രധാന വേദിയുടെ സമർപ്പണം നടന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ പൂരം പ്രദർശന നഗരിയിലാണ് 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രധാന വേദി ഒരുങ്ങിയത്. 14-ാം തീയതിയെ കലാമേളയ്ക്ക് അരങ്ങുണരുവെങ്കിലും 10-ഓടെ പ്രധാന വേദി സജ്ജമാക്കുമെന്നായിരുന്നു നിർമ്മാണ ചുമതലക്കാരുടെ വാക്ക്. അത് പാലിക്കപ്പെട്ടതോടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി തന്നെ പ്രധാന വേദി നാടമുറിച്ച് നാടിന് സമർപ്പിച്ചു. കലോത്സവം തൃശ്ശൂർ വച്ച് നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇത് ചരിത്രത്തിന്റെ ഭാഗമായി മാറാൻ പോകുന്ന കലോത്സവമാണ്. കായിക രംഗത്തും കലാരംഗത്തും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. ആശങ്കയോ വിവാദമോ ഇല്ലാതെ അതിഗംഭീരമായി തന്നെ കലോത്സവം നടക്കുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സംഘാടക സമിതി ചെയർമാൻ കൂടിയായ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും നമുക്കില്ല. 14-ാം തീയതി രാവിലെ പൂരത്തിന്റെ ഭാഗമായിട്ടുള്ള പാരമ്പര്യമുള്ള തൃശ്ശൂരിൽ മേളത്തോടുകൂടി നമ്മൾ ആരംഭിച്ച് 18-ാം തീയതി പുലിക്കളിയോടുകൂടി നമ്മുടെ
ഈ മഹാ ഉത്സവം സമാപിക്കാവുന്ന വിധത്തിൽ തൃശ്ശൂരിന്റെ സാംസ്കാരിക പൈതൃകം പൂർണ്ണമായും ബന്ധപ്പെട്ട വിധത്തിൽ തയ്യാറാക്കും. 249 ഇനങ്ങളെ ഈ കലോത്സവത്തിൽ ഇപ്പോൾ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിൽ വിവാദം ഒരു ഇനമല്ല. അപ്പൊ അതുകൊണ്ട് 250ാമത്തെ ഇനത്തെ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ഇതുവരെയും ആലോചിച്ചിട്ടില്ല, അങ്ങനെ ആഗ്രഹിക്കുന്നുമില്ല. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷ്, സംഘാടക സമിതി കൺവീനർ കൂടിയായ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. 6 വർഷങ്ങൾക്ക് ശേഷം പൂരനഗരിയിൽ വന്നെത്തുന്ന കൗമാര കലാമേളയ്ക്കുള്ള മറ്റ് വേദികളുടെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. പ്രധാന വേദിക്ക് പുറമെ തേക്കിൻകാട് മൈതാനത്തൊരുങ്ങുന്ന മറ്റ് 2 വേദികളുടെ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിലാണ്. തിരുവനന്തപുരം സ്വദേശി വിജയകുമാറും സിവിൽ എഞ്ചിനീയറായ മകൾ ശ്രീഷ്മയും ചേർന്നാണ് വേദികൾ സജ്ജമാക്കുന്നത്. ഈ മാസം 14 മുതൽ 18 വരെ നഗരപരിധിയിലെ 25 വേദികളിലായാണ് കലാപൂരം അരങ്ങേറുന്നത്. പൂരങ്ങളുടെ പൂരത്തിന്റെ നഗരി ഇനി കലാപൂരത്തിന് വേദിയാണ്. 4 നാൾക്കപ്പുറം കലാവേദി ഉണരും. പ്രധാന വേദിയുടെ സമർപ്പണം നടന്നു. പ്രധാന വേദിയിൽ നിന്നും ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചറ, TCV. സ്വന്തം മണ്ണിൽ നടക്കുന്ന കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നിലനിർത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ. നീണ്ട 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിൽ തൃശൂർ ജില്ല സ്വർണ്ണക്കപ്പ് നേടിയത്. 1008 പോയിന്റ് നേടിയ തൃശൂർ 1 പോയിന്റിനെ പാലക്കാടിനെ പിന്നിലാക്കിയാണ് കപ്പിൽ മുത്തമിട്ടത്. അതിനു മുമ്പ് 1999 തൃശൂരിന് കലാകിരീടം ലഭിക്കുന്നത്. സ്വന്തം മണ്ണിൽ കലോത്സവം എത്തുമ്പോൾ കലാകിരീടം നിലനിർത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ. ജില്ലാ കലാമേളയിൽ ഒന്നാമതെത്തിയ പ്രതിഭകൾ കടുത്ത പരിശീലനത്തിലാണ്. സംസ്ഥാന കലോത്സവത്തിലും ഒന്നാമതെത്തണം എന്നതിനൊപ്പം തന്നെ കലാകിരീടത്തിന് ഓരോ പോയിന്റും മൂല്യമേറെയാണ് എന്നതും പ്രധാനമാണ്. TCV, തൃശൂർ. സ്കൂൾ കലോത്സവം വീണ്ടും തൃശൂരിന്റെ മണ്ണിലെത്തുമ്പോൾ കഴിഞ്ഞ തവണ തൃശൂരിൽ കലോത്സവം എത്തിയപ്പോൾ ഒരുക്കിയ സ്വാഗതഗാനം ശ്രദ്ധ നേടുകയാണ്. ആർട്ടിസ്റ്റ് നന്ദൻ പിള്ളയാണ് ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചത്. ഇന്ദുലേഖ വാര്യരാണ് ഗാനം ആലപിച്ചത്. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശ്ശൂർ വരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് 2018 ജനുവരിയിലെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന രവീന്ദ്ര മാഷ് വിളിക്കുകയാണ്. കലോത്സവമാണ്, ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊമോഷണൽ സംഭവങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ തൃശ്ശൂരിൻ്റെ തന്നെ സ്വന്തം ഗായിക ഇന്ദുലേഖയാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു പാട്ട് പെട്ടെന്ന് തന്നെ മാഷേ ഇവിടെ കലോത്സവമായി എന്ന ഓർമ്മിപ്പിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു പാട്ട് എഴുതുമായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് ട്യൂൺ ചെയ്ത് ഇറക്കുകയായിരുന്നു 2018. ശരിക്കും പറയുകയാണെങ്കിൽ തൃശ്ശൂർ വരുമ്പോൾ വീണ്ടും നമുക്ക് ഓർമ്മ വരുന്ന കാര്യം എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഏറ്റവും കൂടുതൽ കലോത്സവങ്ങൾക്കും സാംസ്കാരികോത്സവങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ട സമയത്ത് തൃശ്ശൂർ വീണ്ടും വരികയാണ്. സാംസ്കാരിക തലസ്ഥാനത്ത് കലോത്സവം വരുമ്പോൾ ശരിക്കും ഏഷ്യയിലെ യമണ്ടൻ പൂരമാണ് ശരിക്കും. തൃശ്ശൂർ പൂരം പോലെ കലോത്സവം വലിയ പൂരമാവട്ടെ. എല്ലാ ആശംസകളും. കണ്ടോട്ട പൂരം, ഏഷ്യയിലെ തന്നെ യമണ്ട പൂരം. പാട്ടിന്റെ, ഡാൻസിന്റെ, എഴുത്തിന്റെ, വരേണ്ട, പ്രസംഗന്റെ, മേലുണ്ട്, നാടകം കൂത്തുണ്ട്. മുഗ്ഗരൻ സദ്യയുടെ ചൂടൻ കടിയൻ. മനക്കുടി കിഴക്കുംപുറം സൌത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KK രഘുനാഥൻ മാസ്റ്ററുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. KA അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VN സുർജിത്ത്, KK ശശിധരൻ, K രാഘേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ പിണ്ടിപ്പെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് പ്രദക്ഷിണം നടക്കും. തുടർന്ന് വർണ്ണമഴ അരങ്ങേറും. ഇരിങ്ങാലക്കുട നഗരവീഥികളെ വർണ്ണാഭമാക്കി പിണ്ടിപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടന്ന ടൗൺ അമ്പ് ഫെസ്റ്റ് ശ്രദ്ധേയമായി. ഇരിങ്ങാലക്കുട ആൽത്തറ മുതൽ വരെയുള്ള വിവിധ സ്ഥലങ്ങളിൽ അമ്പിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ നടന്നു. വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കത്തീഡ്രൽ ദേവാലയത്തിലേക്ക് ടൗൺ അമ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പുണ്ടായി. തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപാലങ്കാര പന്തലും ഒരുക്കിയിരുന്നു.
മഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ കൊടിയേറ്റം നിർവഹിച്ചു. 16, 17, 18 തീയതികളിലാണ് തിരുനാൾ. അടാട്ട് ഗ്രാമീണ വായനശാലയും എഴുത്തുകാരി വിജയരാജ മല്ലികയും സംയുക്തമായി ഏർപ്പെടുത്തിയ യുവ വിജയ സാഹിത്യ പുരസ്കാരം ഡോക്ടർ രേഷ്മ രാമചന്ദ്രന്. ദൂതഘടോൽക്കച്ചം എന്ന സംസ്കൃത നാടകത്തിന്റെ മലയാള പരിഭാഷയായ ജ്വാല എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ഈ മാസം 18-ന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് ജൂറി അംഗങ്ങളായ കവി ഉണ്ണികൃഷ്ണൻ ടി അടാട്ട്, ആനന്ദൻ, വിജയരാജ മല്ലിക എന്നിവർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ വീടാക്രമിച്ച കേസിൽ BJP പ്രവർത്തകൻ അറസ്റ്റിൽ. ശ്രീനാരായണപുരം ആല സ്വദേശി കക്കറ വീട്ടിൽ യദുകൃഷ്ണനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 1-ന് പുലർച്ചെ എടവിലങ്ങ് വത്സാലയത്തിന് വടക്കുവശം CPM അനുഭാവിയായ പുത്തൻകാട്ടിൽ പ്രതാപന്റെ വീടിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വീടിന്റെ മുൻവശത്തെ 3 ജനലുകൾ തല്ലി തകർക്കുകയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയം മൂലം ഇന്ത്യ ഗുരുതരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോലഴി മേഖലയുടെ ദ്വിദിന വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മുളകുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു അജയകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് മേഖലാ കമ്മിറ്റി അംഗം T. സത്യനാരായണൻ അധ്യക്ഷത വഹിച്ചു. VK മുകുന്ദൻ, PV സൈമി എന്നിവർ സംസാരിച്ചു. മംഗലം ഡാമിൽ ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാനെത്തിയ സംഘത്തിലെ 17-കാരൻ തിപ്പിലിക്കയം വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. കാളത്തോട് ചക്കാലത്തറ 17 വയസ്സുള്ള അക്ബലാണ് മരിച്ചത്. ഇന്ന് കാലത്ത് ആലിങ്കൽ വെള്ളച്ചാട്ടം കാണാൻ എത്തിയതായിരുന്നു 5-അംഗ സംഘം. കൂടെയുണ്ടായിരുന്നവർ വിവരമറിയിച്ചതിനെ തുടർന്ന് മംഗലം ഡാം പോലീസും അഗ്നിരക്ഷാ സേനയും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരെയും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളെയും ഉൾപ്പെടുത്തി കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഗമം ഒരുക്കി. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ജയപ്രകാശ് ഇലവന്ത്ര, അഖിൽ, സുധീഷ്, ജോസ് മാളിയേക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് കർമ്മലമാതാവിന്റെ ദേവാലയത്തിൽ വിശുദ്ധ സെബാസ്ത്യാനോസിന്റെ അമ്പ് തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ സേവി പുത്തരി തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ഷെൽട്ടൻ ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായിരുന്നു. ട്രസ്റ്റിമാരായ ജോൺസൺ ഇലവത്തെങ്കിൽ, TJ ഷാന്റോ, ക്ലിൻസ് തോമസ്, ജനറൽ കൺവീനർ വർഗീസ് ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അഴീക്കോട് പൊയിലിങ്ങപ്പറമ്പ് ഹമദാനിയ UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം നടന്നു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം KM സാദത്ത് അധ്യക്ഷത വഹിച്ചു. എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, സ്കൂൾ മാനേജർ PM അബ്ദുൽ കരീം ഹാജി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PM ലിയാഖത്ത് അലി തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീകൾ അധ്യാപകരായിട്ടുള്ള മിക്കവാറും അവരാണ്, എല്ലാവരും അവരാണ്. അതൊരു കുഴപ്പമൊന്നുമല്ല കേട്ടോ, നല്ലത് തന്നെയാണ്. തളിക്കുളം എറണാകുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പ്രകാശൻ, ക്ഷേത്രം മേൽശാന്തി ധനേഷ് എന്നിവർ മുഖ്യ കാർമ്മികരായി. കൊടിയേറ്റിന് മുന്നോടിയായി എറണാകുളത്ത് ഗോപാലകൃഷ്ണനും വിനോദനും വഴിപാടായി സമർപ്പിച്ച ദ്വാരപാലക ശില്പങ്ങൾ പിച്ചളയിൽ പൊതിഞ്ഞതിന്റെയും അഷ്ടലക്ഷ്മികൾ പിച്ചളയിൽ രൂപകൽപ്പന ചെയ്തതിന്റെയും സമർപ്പണവും നടന്നു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേംദാസ്, ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് EV, ട്രഷറർ ഷൈജു ES എന്നിവർ നേതൃത്വം നൽകി.
മുണ്ടത്തിക്കോട് മേരിമാത ദേവാലയത്തിലെ തിരുനാളിന് തുടക്കമായി. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ വിതരണോദ്ഘാടനം വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ 10 നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ സാജൻ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. തിരുകർമ്മങ്ങൾക്ക് ഫാദർ നിഥിൻ താഴത്ത്, ഫാദർ ഷിജോ കുത്തൂർ, ഫാദർ ജോജോ എടത്തിരുത്തി എന്നിവർ നേതൃത്വം നൽകി. വീടുകളിലേക്ക് അമ്പ്, വള, ലില്ലി എന്നിവ എഴുന്നള്ളിപ്പ് നടന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അന്തിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അന്തിക്കാട് പഞ്ചായത്തിലെ വ്യാപാരികളായ ജനപ്രതിനിധികളെ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KR ലാസർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് സെക്രട്ടറി VM സത്താർ അധ്യക്ഷത വഹിച്ചു. വ്യാപാരികളായ ബിജു അണ്ടയത്തിനെയും CL ജോബിയെയുമാണ് ആദരിച്ചത്. വൈസ് പ്രസിഡന്റ് ജോർജ് അരിമ്പൂർ, യൂത്ത് വിംഗ് പ്രസിഡന്റ് TK അനിൽദാസ്, വനിതാ വിംഗ് പ്രസിഡന്റ് അശ്വതി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ കൊയ്ത്തുത്സവം നടത്തി. ദേവാലയത്തിലേക്ക് നേർച്ച കാഴ്ചകളായി വിശ്വാസികൾ സമർപ്പിച്ച വിവിധ വസ്തുക്കളുടെയും ലേലം വിളിയും നടന്നു. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി ദേവാലയമുറ്റത്ത് പലതരം സ്റ്റാളുകളുടെ പ്രദർശനവും വിപണനവും ഉണ്ടായിരുന്നു. കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ചെറിയാൻ വർഗീസ്, പള്ളി ട്രസ്റ്റിയും ജനറൽ കൺവീനറുമായ ജസ്റ്റിൻ മാത്യു പോൾ, സെക്രട്ടറി വർഗീസ് തമ്പി, ജോയിന്റ് ട്രഷറർ വർഗീസ് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും യാത്രയപ്പ് സമ്മേളനവും നടന്നു. NSS ഡയറക്ടർ ബോർഡ് മെമ്പറും താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് P ഋഷികേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് KK സാഹിദൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ മാനേജർ അഡ്വക്കേറ്റ് TG ജയകുമാർ, പ്രിൻസിപ്പൽ GP ശ്രേയസ്, കരയോഗം പ്രസിഡന്റ് രാജു മാരാത്ത്, DVLPS പ്രധാനാധ്യാപിക P സരസ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരളയുടെ തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സൗജന്യ ഹോമിയോപ്പതി മെഗാ മെഡിക്കൽ ക്യാമ്പ് തൃശൂരിൽ നടന്നു. ചെറുവള്ളിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. IHK കൊടുങ്ങല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇന്ദജു, റിട്ടയർഡ് DMO ഡോക്ടർ നസറുള്ള തുടങ്ങിയവർ സംസാരിച്ചു. IHKയും അതുപോലെ തന്നെ ചെറുവള്ളി ക്ഷേത്ര ട്രസ്റ്റ് നടത്തുന്ന ഹോമിയോപ്പതി ക്യാമ്പ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച വേദിയിലെ പ്രഖ്യാപനം. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവകയിൽ തിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ബിജു പാണങ്ങാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ട്വിങ്കിൾ വാഴപ്പള്ളി തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, മാനേജിംഗ് ട്രസ്റ്റി വിൻസെന്റ് കാഞ്ഞിരത്തിങ്കൽ, ജനറൽ കൺവീനർ പോൾ ചിറയത്ത് എന്നിവർ നേതൃത്വം നൽകി. പുന്നയൂർക്കുളം ചമ്മന്നൂർ കടപ്പായി ബസ് സ്റ്റോപ്പിൽ മരപ്പട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തി. റോഡ് മുറിഞ്ഞു കടക്കുമ്പോൾ വാഹനമിടിച്ച് പരിക്കേറ്റതാകാം മരണകാരണം എന്നാണ് നിഗമനം. തലക്കോട്ടുകര പള്ളിയിൽ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ അനീഷ് കുത്തൂർ കൊടിയേറ്റി. ഈ മാസം 16, 17, 18, 19 തീയതികളിലാണ് തിരുനാൾ. ഇനി വാണിജ്യം.
ചുരുങ്ങിയ കാലം കൊണ്ട് ജനപ്രിയ ബ്രാൻഡായി മാറിയ പ്രാതൽ ഫ്രഷ് ഫ്രൂട്ട് പ്രോഡക്ട്സ് പുറത്തിറക്കിയ പ്രാതൽ ഫ്രഷ് പുട്ടുപൊടിയുടെ ലോഞ്ചിംഗ് നടന്നു. പുറനാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഇടവക തിരുനാൾ ഗ്രൗണ്ടിലൊരുക്കിയ പ്രാതൽ സ്റ്റാളിൽ നടന്ന ചടങ്ങിൽ അടാട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര പ്രാതൽ ഫ്രഷ് പുട്ടുപൊടിയുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. പുറനാട്ടുകര ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ കമ്പനി ബുക്ക്ലെറ്റ് പ്രകാശനം ചെയ്തു. കമ്പനി തീം സോങ് പ്രകാശനം തോമസ് ചിറമൽ നിർവഹിച്ചു. ആദ്യ വിൽപ്പന പാർട്ണർ ബിന്ദു ജയചന്ദ്രൻ അടാട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിത കൃഷ്ണൻ നൽകി നിർവഹിച്ചു. പ്രാതൽ ഫ്രഷ് മാനേജിംഗ് പാർട്ണർ ജെറി ആന്റണി അധ്യക്ഷനായിരുന്നു. ഒരിക്കലും ഒരു സോഫ്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഇതിനൊരു ഫ്ലേവർ ഉണ്ടെന്നോ നമ്മൾ അവകാശപ്പെടുന്നില്ല. പ്രാതൽ ഫ്രഷ് പുട്ടുപൊടിയുടെ റിയൽ ടേസ്റ്റ്, ഒരു കെമിക്കലും ഒരു ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസോ ഒരു പ്രിസർവേറ്റീവ്സോ ആഡ് ചെയ്യാതെ ഇതിന്റെ ഒറിജിനൽ ടേസ്റ്റിൽ ചെയ്ത പുട്ടുപൊടിയാണ് പ്രാതൽ ഫ്രഷ് പുട്ടുപൊടി. പ്രാതൽ ഫ്രഷ് നടത്തിയ റീൽ കോൺടെസ്റ്റിൽ വിജയിയായ ആൻസി റോണിക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. പ്രാതൽ ഫ്രഷ് എക്സിക്യൂട്ടീവ് മാനേജർ പ്രദീപ് കുമാർ, അക്കൗണ്ട്സ് മാനേജർ പ്രതീഷ് കുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,875, പവന് 1,03,000. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA റിമാൻഡിൽ. പാലക്കാട് നിന്നും തിരുവനന്തപുരം പോലീസാണ് അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തത്. ജാമ്യ ഹർജി നാളെ പരിഗണിക്കും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി 2 നാൾ മാത്രം. കലോത്സവത്തിന് ബുധനാഴ്ച തിരിതെളിയും. കലോത്സവം പൂർണ്ണമായും പ്രേക്ഷകരിലെത്തിക്കാൻ TCV. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയിലെ തീപിടുത്തത്തിൽ ഇരുചക്ര വാഹനങ്ങൾ കത്തി നശിച്ച സംഭവം. CCTV ഹാർഡ് ഡിസ്ക് ഫോറൻസിക് ലാബ് പരിശോധനയ്ക്ക് അയച്ചു. തൃശൂരിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. പൂങ്കുന്നത്ത് വ്യാപാരിയുടെ അക്കൗണ്ടിൽ നിന്നും 1.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തതായി പരാതി. ചാലക്കുടിയിൽ വീണ്ടും തെരുവുനായകളുടെ ആക്രമണം. 6 പേർക്ക് കൂടി തെരുവുനായുടെ കടിയേറ്റു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ തെരുവുനായുടെ കടിയേറ്റത് 9 പേർക്ക്. വേദക്കാട് കുതിരപ്പാണം പാടശേഖരങ്ങളിൽ നെല്ല് സംഭരണം തുടങ്ങി. കൊയ്ത്ത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ല് സംഭരിക്കാത്തതിനെ തുടർന്ന് വൻ നഷ്ടമാണ് കർഷകർക്ക് നേരിട്ടത്. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.